Hello YouTube! Riders Vlog's പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇനോക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മെയിനായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നോക്കിയത് വ്ളോഗിങ് സെറ്റപ്പിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ആണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ മോട്ടോ വ്ളോഗിൻ്റെ സെറ്റപ്പാണ്. അതിനു മുമ്പേ ഈ ഒരു സമയത്ത് ഇപ്പം നമ്മളെല്ലാവരും സർക്കാർ പറയുന്ന അനുസരിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ കൂടി ഈ ഒരു ഔട്ട്ബ്രേക്ക് ഫുള്ളായിട്ട് നമ്മൾ ഓവർകം ചെയ്യുന്നവരെ മാക്സിമം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. കാരണം എല്ലാവരും നമ്മുടെ ഒരാളുടെ അശ്രദ്ധ മതി ഈ ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടെ വേഴ്സ്റ്റ് ആകാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ മാക്സിമം ഇരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിലോട്ട് കടക്കുന്നതിന് മുമ്പേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണെന്നൊരു വ്യക്തിയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ കൂടുതൽ അപ്ഡേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അധികം വെച്ച് താമസിക്കണം, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. കഴിഞ്ഞ ആ ഒരു എപ്പിസോഡിന് ശേഷം എനിക്ക് കുറച്ച് മെസ്സേജസ് എനിക്ക് പേഴ്സണലായിട്ട് വന്നായിരുന്നു. വേറൊന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചത് മുഴുവൻ ഞാൻ യൂസ് ചെയ്ത ആ ഒരു പ്രോഡക്റ്റിൻ്റെ കവറുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു മൊബൈൽ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിൻ്റെ എല്ലാം ഒരു ലൈവായിട്ട് എന്തൊക്കെ പ്രോഡക്റ്റ് ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറയിലോട്ട് തന്നെ നമുക്ക് കടക്കാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗോപ്രോയുടെ ഹീറോ 7 എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ ക്യാം വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലത്തെ ആ ഒരു കവർ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നമുക്ക് മൈക്കിൻ്റെ അഡാപ്റ്റർ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് വാട്ടർ പ്രൂഫ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കവർ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഇനിയും ഇതാണ് ആ ഒരു കേസ് വരുന്നത്. യുലാൻസി എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ കേസ് വരുന്നത് ഇതാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് മൈക്കൊക്കെ നമുക്ക് മൗണ്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുള്ളൂ. അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി ഈ സൈഡിൽ കാണുന്ന ഇതാണ് ഗോപ്രോയുടെ മൈക്ക് അഡാപ്റ്റർ വരുന്നത്. അത്യാവശ്യം നല്ല ബൾക്കി ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞായിരുന്നു. ഇത്രയും സൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ആഫ്റ്റർ മാർക്കറ്റായിട്ട് കിട്ടുന്ന ആ ഒരു കേസിൽ മാത്രമേ നമുക്ക് ഈ ഒരു മൈക്ക് അഡാപ്റ്റർ നമുക്ക് മൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേസ് ഞാൻ ചൂസ് ചെയ്തത്. ഇനി നേരെ നമുക്ക് മൈക്കിൻ്റെ ആ ഒരു കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ആ ഒരു ബോയയുടെ മൈക്ക് വരുന്നത്. ഈ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ അധികം നോയ്സൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ഈ ഒരു ഫർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഇതാണ് 3-way അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ആ ഒരു സ്റ്റിക്ക്. ഇപ്പോൾ നമുക്ക് വേണ്ടുന്ന ലെങ്ത് ആക്കിയിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന അത്രയും എക്സ്റ്റൻഷൻ കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് വലുതാക്കി ഇത് നമുക്ക് പിടിക്കാവുന്നതാണ്. ഇത്രയും വരെ ഇതിന് ലെങ്ത് കിട്ടുന്നതാണ്. അത്യാവശ്യം ഇല്ലെങ്കിൽ നമുക്കിത് മടക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ട്രൈപോഡിനുള്ളൊരു ഓപ്ഷനും വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്കിത് ട്രൈപോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്രയ്ക്ക് സ്ട്രോങ് അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ആ ഒരു സ്ട്രെങ്ത് നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തന്നെ ഗോപ്രോയുടെ ഒറിജിനൽ ആക്സസറി വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് നമുക്ക് ഗോപ്രോയുടെ ഒറിജിനൽ ആക്സസറി നമുക്ക് കാണാനായിട്ട് വരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് അത്രയ്ക്കുള്ളൊരു യൂസ് നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മോഡലാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇനി നമുക്ക് ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലോട്ട് നമുക്ക് കടന്നു വരാം. അതായത് എൻ്റെ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാനായിട്ട് പോവുകയാണ്. ഒരു മോട്ടോ വ്ളോഗിങ് ചെയ്യണമെങ്കിൽ അതിന് ആദ്യമായിട്ട് വേണ്ടുന്നൊരു ഹെൽമെറ്റാണ്. അതിനായിട്ട് ഞാനിപ്പോൾ 2 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നത് ഈ MD എന്ന് പറയുന്ന കമ്പനിയുടെ മുഗല്ലോ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഞാൻ 2 വർഷം കൊണ്ട് ഇപ്പം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പം മെയിനായിട്ട് ഞാൻ ചേഞ്ച് ചെയ്തേക്കുന്നത് എൻ്റെ ക്ലിയർ വൈസർ ഞാൻ മാറ്റി ഇറഡിയം വൈസറിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം വെയിലൊക്കെ പോകുന്ന സമയത്ത് ക്ലിയർ വൈസർ ഇടുമ്പോഴത്തേക്ക് അത്രമാത്രം നമുക്കൊരു എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നില്ല. കാരണം കണ്ണിലോട്ട് തന്നെയാണ് സൂര്യപ്രകാശം അടിക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈസർ ഇട്ടാൽ പിന്നെ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആദ്യം ഞാനെങ്കിൽ എടുത്ത സമയത്ത് ഗോപ്രോയുടെ മൗണ്ട് ആദ്യം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ആദ്യം ഫിക്സ് ചെയ്തത്. പക്ഷേ അത്രമാത്രം ഒരു വ്യൂ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ആ മൗണ്ടിൻ്റെ ആ ഒരു പൊസിഷൻ താഴോട്ട് ചിന്നിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ മാറ്റിയായിരുന്നു. പക്ഷെ ആദ്യം ഈ ഒരു
ചിന്നിൻ്റെ ഈ ഒരു ഭാഗത്ത് മൗണ്ട് ഫിക്സ് ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് ഫിക്സായി ഇരിക്കുന്നില്ലായിരുന്നു. കാരണം അതിൻ്റെ ഒരു ഷേപ്പ് തന്നെ ഒരു കൂർത്ത ഷേപ്പാണ് ഫ്രണ്ടിലത്തെ ഈ ഒരു പോർഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ മൗണ്ട് വെച്ചതിന് ശേഷം സൈഡിൽ ഞാൻ എംസിലും കൂടെ ഇട്ടൊന്ന് ഫിക്സ് ചെയ്തായിരുന്നു. അത് പിന്നെ ഇപ്പം പ്രോബ്ലമൊന്നും ഇല്ലാതെ ഈ ഒരു മൗണ്ട് നമുക്കിപ്പം ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചില സാങ്കേതിക കാരണങ്ങളാൽ തുടർന്നും ഗോപ്രോയിൽ തന്നെയാണ് ബാക്കി വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി മൈക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു മൈക്കാണ് ഇപ്പോൾ ഞാനെങ്കിൽ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ബോയുടെ തന്നെ BY-M1 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നല്ല ലെങ്ത് ഉള്ളൊരു മൈക്കാണ്. ഞങ്ങളൊന്ന് കാണിച്ചു തരാം. ലെങ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇപ്പോൾ തുറന്നിട്ടില്ല. അപ്പോൾ തന്നെ ഇത്രയും റാപ്പ് ചെയ്ത് തന്നെ വെച്ചേക്കാണ്. ഇതുവരെയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വെച്ച് അതിൻ്റെ ലെങ്ത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ആ ഒരു കണക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലാണ് കണക്ട് ചെയ്യുന്നത്. ഇനി മൈക്ക് നോക്കുവാണെങ്കിൽ ഇതാണ് ആ ഒരു മൈക്ക് വരുന്നത്. നമുക്ക് വിൻ നോയ്സൊക്കെ കുറയ്ക്കാനായിട്ട് ചെറിയൊരു സ്പോഞ്ചും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. മോട്ടോ വ്ളോഗിങ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഷർട്ടിൽ പിൻ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പിന്ന് നമുക്ക് റിമൂവ് ചെയ്തിട്ടേ നമുക്ക് ഈ ഒരു ഹെൽമെറ്റിനകത്ത് നമുക്ക് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു മൈക്കിൽ തന്നെ 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന്, ക്യാമറയിലോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡ് മാറ്റി ക്യാമറയിലോട്ട് കൊടുക്കണം. പിന്നെ അതല്ല, നമ്മൾ സ്മാർട്ട് ഫോണിലാണ് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ക്യാമറയിൽ നിന്നുള്ളൊരു മോഡ് താഴോട്ടാക്കി സ്മാർട്ട് ഫോണിലോട്ടാക്കണം. ഇപ്പോൾ സ്മാർട്ട് ഫോണിൽ വെച്ച് യൂസ് ചെയ്യുന്നതിന് ബാറ്ററിയുടെ ആവശ്യം വരുന്നില്ല. നമ്മൾ ക്യാമറയിലോട്ട് മാറ്റുവാണെങ്കിൽ ഇതിനകത്തൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ചാർജ് എടുത്താണ് ഇത് വർക്കാവുന്നത്. ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മൈക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. MDയുടെയൊക്കെ ഹെൽമെറ്റ് ആണെങ്കിൽ ഈ കാണുന്ന ഒരു പാഡിങ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു 1, 2, 3 ഇത്രയും പാഡിങ് ഞാൻ കുറച്ചൊന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത് അനുസരിച്ച് നമുക്ക് ഈ ഒരു മൈക്ക് നമുക്കിതിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ്. അതിനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ നമുക്ക് ഈ ഒരു പാഡിങ് നമുക്ക് റിമൂവ് ചെയ്യാം. ഫുള്ളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാരണം ഈ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മതി. ആദ്യം ഇവിടുത്തെ റിമൂവ് ചെയ്ത് ഒരു സൈഡിൽ നമുക്ക് പാഡിങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ മൂന്നാമത്തെ സൈഡിൽ ഭയങ്കര എളുപ്പമാണ്. കാരണം ചെറിയൊരു ലോക്ക് പോലെയാണ് കൊടുത്തേക്കുന്നത്. അത് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലോക്ക് റിലീസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോഴത്തേക്കും 3 പാഡിങ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് എങ്ങനെ മൈക്ക് നമുക്ക് ഫിക്സ് ചെയ്യാനാണ് നോക്കാനായിട്ട് പോകുന്നത്. ക്ലിപ്പ് മാറ്റിയതിന് ശേഷം ഈ ഒരു സ്പോഞ്ച് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് എവിടെയാണോ നമുക്ക് മൈക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു സ്ഥലത്തോട്ട് ഫസ്റ്റ് എൻഡൊന്ന് കയറ്റി വെക്കുക. പിന്നെ അതിനാവശ്യമായിട്ടുള്ള വയറിങ് അവിടെ ഇട്ടതിന് ശേഷം ബാക്കി വരുന്ന ഈ കാണുന്ന വയറിങ് ഫുള്ള് ഇതിനകത്തോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിന് മുമ്പേ വെളിയിലോട്ട് എത്ര വയർ വേണമെന്നുള്ളതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇത്രയും മതിയായിരിക്കും വെളിയിലോട്ട് ആവശ്യമുള്ളത്. ബാക്കി ഇത്രയും നമുക്ക് ഇതിനകത്തോട്ട് തന്നെ നമുക്ക് കയറ്റി കൊടുക്കാം. പിന്നീട് ഈ വരുന്നൊരു ഭാഗം നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ എടുത്തിട്ട് ഇതിലേക്കൂടെ കിട്ടാൽ മതി. എന്നിട്ട് ഇനി എല്ലാം പഴയതുപോലെ തന്നെ തിരിച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് സെറ്റാകാം. ഫസ്റ്റ് ക്ലിപ്പ് നമ്മളിട്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ക്ലിപ്പ് കറക്റ്റ് അതിൻ്റെ ഒരു പൊസിഷൻ നോക്കിയിട്ട് രണ്ടാമത്തെ ഇട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഫിക്സ് ആയിട്ട് പെട്ടിരുന്നോളൂ. പിന്നീട് ഈ വരുന്ന ഭാഗവും നമ്മൾ അതുപോലെ തന്നെ ഊരിയതുപോലെ തന്നെ തിരിച്ചങ്ങ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതോടെ ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മൈക്കിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഗ്യാപ്പൊന്നും കാണാതെ ഇപ്പം എല്ലാം സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനിയും അവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു വയറും കൊണ്ട് നമുക്ക് ആ ഒരു മൈക്ക് അഡാപ്റ്ററിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മോട്ടോ വ്ളോഗിനുള്ള ആ ഒരു സെറ്റപ്പ് ഫുൾ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഒരു ചെറിയ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് വരുന്നത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഗോപ്രോയുടെയും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഹെൽമെറ്റിൻ്റെ കാര്യം വരുവാണെങ്കിൽ 4700 രൂപയാണ് ഈ ഒരു മോഡലിന് ഇപ്പോഴത്തെ MRP വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മൈക്കിൻ്റെ റേറ്റ് നോക്കുവാണെങ്കിൽ ഇതിന് MRP ഇതിനകത്ത് കൊടുത്തേക്കുന്നത് 1995 രൂപയാണ് MRP കൊടുത്തേക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആമസോണിലൊക്കെ ഒന്ന് കയറി നോക്കുവാണെങ്കിൽ ഇതിന് നല്ല ഓഫറൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് വരുന്നത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ട് ആരും പുറത്തൊന്നും ഇറങ്ങാതിരിക്കുക. ഈ ഒരു സാഹചര്യം കഴിയുന്നവരേക്കും മാക്സിമം നമ്മൾ പ്രിക്കോഷൻ ആവശ്യമായിട്ടുള്ളതിൽ എടുക്കുക. പരമാവധി നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് നോക്കുക. ഈ ഒരു ഔട്ട് ബ്രേക്ക് ഒന്ന് ക്ലിയർ ആവുന്നവരെ മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ടൊരു വ്യക്തിയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ തന്നെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ കൂടുതൽ അപ്ഡേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ.